വൈജ കൊല്ലപ്പള്ളിയിൽ നിന്നും കടപ്പാട്ടൂരേക്ക് പോയതിനു ശേഷം അവളെ കമലയെടുത്ത് വിളിക്കാൻ കേട്ടോ. കമലയെടുത്ത് വിളിച്ചിട്ട് വൈജയോട് എന്തെടുക്കാണെന്ന് ചോദിക്കുമ്പം ഞാനിവിടെ എന്തെടുക്കാനാ, ഓരോ വർക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അല്ല, ബാലേന്ദ്രനും കുട്ടികളൊക്കെ എന്തിയേ? ആ, ബാലേന്ദ്രൻ ഷോപ്പിലേക്കാണെന്നൊക്കെ പറഞ്ഞ് പോന്ന കണ്ടു. ആർക്കറിയാം, പിള്ളേരെല്ലാം സ്കൂളിലും കോളേജിലൊക്കെ പോയി. അല്ല, നിന്റെ പുതിയ സെർവൻറ്റ് അവൾ എങ്ങനെയുണ്ട്? ആ, വലിയ മെച്ചമൊന്നുമില്ല, എല്ലാം ഒന്ന് ചെയ്തു വെക്കും, അത്ര തന്നെ. ഒരു വീറും വൃത്തി ഒന്നുമില്ല, എല്ലായിടത്തും നമ്മുടെ കൈ ഒന്നുകൂടി എത്തണം എന്ന് പറയുന്നുണ്ട്. അല്ല, അവളെങ്ങാനും വിളിക്കാറുണ്ടോ അലീന? പിന്നെ അല്ലാതെ, അപ്പനെയും മക്കളെയും എല്ലാ ദിവസവും അവൾ രാത്രി വിളിക്കും. ബാലചന്ദ്രനുമായിട്ട് കുറേ നേരം കിന്നാരം പറഞ്ഞാൽ കേൾക്കാം. അയാൾ അപ്പം തന്നെ മുറിലേക്ക് ഫോണും കൊണ്ടുപോകും. രണ്ടുപേരും കൂടി വീഡിയോ കോളിലാ ഇപ്പോൾ പരിപാടി. ഇയാൾക്ക് നാണയില്ലേ? കെട്ടിക്കാൻ പ്രായമായ മക്കളുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇയാൾ എന്തൊരു മനുഷ്യനാ എന്നൊക്കെ കമൽ ചോദിക്കുമ്പം വൈജി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അട്ടയെ കിടക്കുന്ന കുപ്പയെ കിടന്നതിനൊക്കെ പിടിച്ച് മെത്തയെ കിടത്തിയാ എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ കേട്ടോ. അവളാണെങ്കിലോ ശരിക്കും മുതലെടുക്കാൻ വേണ്ടി തന്നെയാ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത്. എൻ്റെ മോനെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എല്ലാവരും അവൾ വശത്താക്കിയിരിക്കുക. പിന്നെ കമലെടുത്തിൻ്റെ സൂക്ഷോ എല്ലാം കഴിഞ്ഞ് മനുവിനെയും കെട്ടി സുഖിക്കാനാ അവളുടെ തീരുമാനം. അതൊരിക്കലും എൻ്റെ അടുത്ത് നടക്കില്ല. അവൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും മനുവിനെ വിവാഹം കഴിക്കാന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കത്തില്ല വൈജേ. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എങ്ങാണം മനു എങ്ങാണം അവളെ വിവാഹം കഴിച്ചാലേ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട്. എന്താണേലും അവനെ അവൾ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. ഇനി അവിടെ പോയി അവൻ കാണാറുണ്ടോന്നൊക്കെ ആർക്കറിയാം. അവളിപ്പോൾ അവിടുത്തെ ജോലിക്കാരിയല്ലേ, അപ്പോൾ പോയി കാണുന്നതിന് കുഴപ്പമൊന്നും കാണില്ല. എൻ്റെ ഈശ്വര, അങ്ങനെ എങ്ങനെ സംഭവിക്കോ എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. പിന്നെ അല്ലാതെ കമലെടുത്തി ഇത്രയൊക്കെ ചെയ്യുന്ന അവക്കാണോ ഇത് ചെയ്യാൻ പാട്? മനു ആണെങ്കിലോ അവളുടെ പിന്നാലെ തന്നെ മണപ്പിച്ച് നടക്കല്ലേ. എത്ര വട്ടം പറഞ്ഞു അവനോട് അവളെപ്പോലൊരു പെണ്ണിനെ ഒരിക്കലും സ്നേഹിക്കരുതെന്ന്. എന്നിട്ട് അവൻ കേൾക്കുന്നുണ്ടോ? അവൻ കൺമുമ്പിൽ കണ്ടോണ്ടിരിക്കുകയല്ലേ ഈ ബാലേന്ദ്രനും അവളുമായിട്ടുള്ള ബന്ധമൊക്കെ. അതുപോലെ തന്നെ എൻ്റെ ആങ്ങളമാരെ വരെ അവൾ വരുതിയിലാക്കിയില്ലേ. അതുപോലെ എൻ്റെ മക്കളെയും. ഇതെല്ലാം കണ്ടിട്ടും ഈ മനുവിന് എന്തു പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാതെ. ഇന്നേ വരെ ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിക്കാതെ എന്നാൽ അന്തസ്സായിട്ട് ജീവിച്ചിരുന്ന ചെറുക്കനല്ലേ ഇവനിപ്പോൾ എന്നാ പറ്റിയെന്നാ എനിക്കറിയാതെ. എന്ത് ചെയ്യാനാ, കാലക്കേട് വരുമ്പം എല്ലാം കൂടെ വരും. എൻ്റെ ആങ്ങളമാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കൊല്ലാൻ നടക്കുകയായിരുന്നല്ലേ അവളെ. എന്നിട്ടിപ്പോൾ എന്തൊരു സ്നേഹം അവളോട്, എന്തൊരു സ്നേഹവും എന്തൊരു കരുണയൊക്കെ കാണിച്ചു നടക്കുന്നത്. അത് കാണുമ്പം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് വൈജയ്. അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നിന്നെ വിളിച്ചതാ. ഞാനേ ഈ ബാങ്കിൻ്റെ ഇടപാടൊക്കെ ഫോണിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. എന്താ ഏട്ടത്തി? അതെ, ശിവേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയാ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. 10 ലക്ഷം രൂപയോ? അതെ, അത് മാത്രമല്ല, രാജീവൻ്റെ ഗംഗേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വെച്ച് മൊത്തം 30 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം 30 ലക്ഷമോ? അതെന്തിനായിരിക്കും അവളുടെ അക്കൗണ്ടിലേക്ക് അവൾ ട്രാൻസ്ഫർ ചെയ്തത്? ആർക്കറിയാം എൻ്റെ പൊന്നു വൈജേ. നീയേ ആ ബാലിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ഒന്ന് എടുത്ത് നോക്ക്, എത്ര ആയിട്ടുണ്ടെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും എന്ന് പറയുമ്പം 1 മിനിറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലിൻ്റെ ലാപ്ടോപ്പ് പോയി ഓപ്പൺ ചെയ്യാൻ കേട്ടോ വൈജ. അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും എല്ലാം തന്നെ വൈജയ്ക്കറിയാം. ഇതുവരെ അത് ബാല മാറ്റിയിട്ടുമില്ല കേട്ടോ. അങ്ങനെ വൈജി അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ അലീനയുടെ അക്കൗണ്ടിലേക്ക് ബാലേന്ദ്രൻ ഒരു 30 ലക്ഷം രൂപ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാണുകയാണ്. കമലയെടുത്തി പറഞ്ഞ ശരിയാ, അവർ 3 കൂടെ 30 കൊടുത്തെങ്കിലേ ഇവിടെ ബാലൻ തനിയാ 30 കൊടുത്തേക്കുന്നത്. എൻ്റെ ഈശ്വര, അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? കണ്ടോ, അവള് കാശിന് വേണ്ടി എല്ലാവരെയും മയക്കുന്നതാ. അവരെല്ലാം മയക്ക് കുപ്പിയിലാക്കിയിട്ട് അവള് കാശ് മേടിക്കുക. ഇമ്മാര് വൃത്തിയിട്ടൊരു പെണ്ണെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. കമല പറയുന്നുണ്ട്, ഇതുപോലുള്ള പെണ്ണുങ്ങൾ ഇപ്പോഴുണ്ടെന്നിങ്ങനെ മനസ്സിലായില്ലേ? അതും ഇത്ര ചെറുപ്പത്തിലെ ഇത്ര കൊച്ചു പെൺകുട്ടി. ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ കമല പറയുന്നുണ്ട്.
നമ്മുടെയൊക്കെ പെമ്മക്കടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. എങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ അവൾക്ക് എങ്ങനെ കഴിയുന്നോ എന്തോ എന്ന് പറയുന്നുണ്ട്. നീ എന്തായാലും ഈ കാര്യം ബാലനോട് ചോദിക്കാൻ പോകണ്ട. പക്ഷേ ശിവേട്ടനോടും രാജീവിനോടും ഗംഗേട്ടനോടും നീ എന്തായാലും ചോദിക്കണം. ഞാൻ പിന്നെ ശിവേട്ടൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് ഓർത്തിരിക്കാം. ആ സമയത്ത് നീയും കൂടി ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലേ നല്ലതായിരുന്നു. ഒന്ന് ചോദിക്കാൻ ഒരാളെ കിട്ടിയാനെ എന്ന് പറയുമ്പം ഞാൻ വരാം ഏട്ടത്തി, ഞാൻ ഉറപ്പായിട്ടും വരും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ ഉടുത്തൊരുങ്ങി കാറും എടുത്തുകൊണ്ട് വൈജ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നതിന് ശേഷം കമലയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി രണ്ടുപേരും പ്ലാൻ ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി അവിടെ കിടന്നുകൊണ്ട് കമലെ ആരാ അത് എന്ന് ചോദിക്കാണ്. ആ സമയത്ത് വൈജ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അപ്പോൾ ആഹാ നീയോ, നീ ഇപ്പോൾ കാറ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയോ, കാറപ്പം കിട്ടി എന്ന് ചോദിക്കുമ്പം കാറ് മിനിങ്ങാന്ന് കിട്ടി, ഞാൻ തന്നെയാ ഇങ്ങോട്ട് പോകുന്നത്, ആരുടെയും കാല് പിടിക്കണ്ടല്ലോ, അതുപോലെ വണ്ടിക്കൂലിക്കും കാശ് കളയണ്ട, നിനക്കിപ്പോൾ നന്നായിട്ട് ഓടിക്കാറൊക്കെ ആയോ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അല്ല നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേ എന്ന് ചോദിക്കുമ്പം ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. മക്കളെല്ലാം കാണിക്കുന്ന തോന്നിവാസം, മരുമക്കളും കാണിക്കുന്ന തോന്നിവാസം എന്താണെന്നൊന്നും അമ്മ അറിയുന്നില്ലല്ലോ, അമ്മയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ പോരെ എന്ന് പറയുമ്പോൾ നീ എന്താ വൈജേ, നീ എന്താ കാര്യം പറഞ്ഞത്, പറയുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാവുന്ന പോലെ പറ, മനസ്സിലാവുന്ന പോലെ തന്നെ പറഞ്ഞുതരാം. അമ്മയുടെ മരുമകനുണ്ടല്ലോ, അതായത് എൻ്റെ ഭർത്താവ്, ആ ആലിനെന്ന് പറഞ്ഞ പിഴച്ചവർക്ക് ഇട്ടുകൊടുത്തത് എത്ര രൂപയെന്നറിയോ? 30 ലക്ഷം രൂപയാണ് അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല അമ്മയുടെ പുന്നാര മക്കളുണ്ടല്ലോ, ശിവേട്ടനും രാജീവേട്ടനും അതുപോലെ ഗംഗേട്ടനും, 3 പേരും കൂടി 10 ലക്ഷം രൂപ വെച്ച് 30 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുണ്ട് എന്ന് പറയുമ്പം മുത്തശ്ശി മനസ്സിലോർക്കുന്നുണ്ട്. എവിടെ പോയാലും അവൾക്കൊരു തുണയാവുമല്ലോ ആ പൈസ എന്ന് മനസ്സിലോർക്കാൻ കേട്ടോ. മുത്തശ്ശിക്ക് അറിയാമല്ലോ അലീന തൻ്റെ സ്വന്തം കൊച്ചുമകളാണെന്ന്. അതിനിപ്പോൾ എന്താ വൈജേ എന്ന് ചോദിക്കുമ്പം എന്താണോ, അമ്മയ്ക്ക് എന്താമ്മേ വല്ല മെന്റലും പിടിച്ചോ? ഇതിനു മുമ്പ് ഈ വീട്ടിൽ ജോലിക്കാരിൽ നിന്നിട്ടില്ലേ, അപ്പം ആ ജോലിക്കാരുടെ അക്കൗണ്ടിലേക്ക് 30 ലക്ഷം രൂപ ചിടാനായിട്ട് അമ്മ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് ഇപ്പം തിരിച്ചു വരാൻ വാക്കുകളില്ല കേട്ടോ. അമ്മ എന്താ ഒന്നും മിണ്ടാതത്? അതിനേക്കാളും എന്ത് സ്പെഷ്യലാ ഈ അലീനയ്ക്കുള്ളത്? അവരെപ്പോലെ തന്നെ എന്നു വലിഞ്ഞു കയറി വന്ന ഒരു ജോലിക്കാരി, അത്രയല്ലേ ഉള്ളൂ അവള്. എന്നിട്ട് അവക്ക് എല്ലാവരും ഇത്രമാത്രം കാശ് കൊടുക്കേണ്ട കാര്യം എന്താ? അതും എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു അങ്ങേരുണ്ടല്ലോ, അങ്ങേരിപ്പോൾ ശരിക്കും പെണ്ണുടിയനാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ഇവക്ക് ഇത്രയും പൈസ ഒന്നും കൊടുക്കില്ല. ബാലിനെക്കുറിച്ച് അനാവശ്യം പറയരുത്, അവൻ അങ്ങനത്തവനല്ല, അവൻ നല്ലവനാ. എവിടെ നല്ലവൻ? അമ്മ തന്നെ ഇത് പറയണം. സ്വന്തം മോളുടെ ജീവിതം നായ നക്കിയതുപോലായി. ഇപ്പോൾ ഞാൻ ഒരു നിക്കക്കളിയിലേ നടക്കുക. അപ്പോൾ സ്വന്തം മോളെക്കാട്ടിലും വലുത് മരുമകനല്ലേ, അയാൾ ചെയ്യുന്നതെല്ലാം നല്ലത് ഞാൻ മാത്രം പന്ന അല്ലേ അമ്മേ എന്ന് ചോദിക്കാണ്. വൈജേ നീ അങ്ങനെയൊന്നും കരുതണ്ട, അതിൻ്റെയൊക്കെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കാണും. മറ്റെന്ത് കാരണാ അമ്മയ്ക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പം അത് എനിക്കൊന്നും അറിയില്ല. എന്താണേലും അവളൊരു അനാഥ കുട്ടിയല്ലേ, അവളിപ്പോഴും ഓർഫനേജിനൊക്കെ സഹായം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അവരാ പൈസ അവൾക്ക് കൊടുത്തത്, അവളതൊക്കെ കൊണ്ട് സഹായം ചെയ്തോളല്ലോ എന്ന് പറയുമ്പം കൊള്ളാം, നല്ല കണ്ടുപിടുത്തം, നല്ല ബെസ്റ്റ് ഐഡിയ. അതെ ശിവേട്ടനോടും രാജീവേട്ടനോടും ഗംഗേട്ടനോടും എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ വീണ്ടും അലമ്പും ബഹളം ഉണ്ടാക്കാൻ വന്നതാണോ വൈജേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അടങ്ങി ഒതുങ്ങി എവിടെങ്ങാണ് ഇരുന്നൂടെ എന്ന് ചോദിക്കുമ്പം അങ്ങനെ പൊട്ടിയപ്പോൾ ഇരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അമ്മേ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ വായ പഴം വെച്ചോണ്ടിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. സത്യം എന്താണെന്ന് എനിക്കറിയണം. അവൾക്ക് എന്തിനാണ് എല്ലാവരും കാശ് കൊടുക്കുന്നതെന്നും എനിക്കറിയണം. അതറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവള് ഇപ്പൊ കൊളുത്തപ്പെടില്ലങ്ങാണ്ട് ഒരു വീട്ടിൽ പോയിട്ട് ഭയങ്കര ലാവിഷായിട്ട് ജീവിക്കാനെന്നൊക്കെയാ ഞാൻ അറിഞ്ഞത്. അവിടെ പോയിട്ട് പോലും എൻ്റെ ഭർത്താവിൻ്റെ മക്കളും വരാൻ അവൾ തയ്യാറായിട്ടില്ല. എല്ലാ ദിവസവും അവരെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുക അവള്. അവളുടെ ആ സോക്കേട് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. ഈ കാശിൻ്റെ സോഴ്സൊക്കെ ഒന്ന് ഞാൻ അറിയട്ടെ, ശിവേട്ടൻ അങ്ങോട്ട് വരട്ടെ, എന്നിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് വൈജി പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം മുത്തശ്ശി മനസ്സിൽ കരുതാണ്, എൻ്റെ ഈശ്വര ഇവളിനി ഇവിടെ എന്തൊക്കെ പൂലുണ്ടാക്കുവോ എന്തോ, അവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ബാലൻ ഇപ്പോഴും ഇവളെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് വലിയ കാര്യം അവൻ്റെ നല്ല മനസ്സുകൊണ്ടാ, അല്ലെങ്കിൽ എപ്പോഴേ അവളെ ചവിട്ടി പുറത്താക്കിയേനെ.
അലീന മോളാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടാ ഇവിടം വരെ ജീവിച്ചത്. പാവം, സ്വന്തം അമ്മയെ കാണാതെ ഇത്ര അടുത്തുണ്ടായിട്ട് പോലും അവൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇനി ഇനി ഇതുപോലൊക്കെ ഇനി ഇതുപോലെ ആ പാവത്തെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ ഓർക്കാണ് കേട്ടോ. രാജീവനാണെങ്കിലോ അവിടെ ലീവിന് വന്നിരിക്കുകയാണ് കേട്ടോ. രാജീവനും ശിവനും അവിടെ ഉണ്ടേ. ഈ സമയത്ത് ഇവര് ഗംഗേട്ടനെ കൂടി വിളിച്ചു ചേർത്താണ് 3 പേർ കൂടി ഒരു ട്രിപ്പ് പോകാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗംഗേട്ടനും ശിവനും രാജീവനും കൂടിയിട്ട് ഉച്ച കഴിയുമ്പോഴേക്കും കൊല്ലപ്പള്ളിയിലേക്ക് കയറുകയാണ്. ഹാളിൽ തന്നെ വഹിച്ചിരിക്കുന്നതാണ്ട് 3 പേരും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. കാരണം ഒരു പൂതനെ പോലെ വന്നവിടെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് മുടിയെല്ലാം പറത്തിയിട്ട് മുഖത്ത് ആ കലിപ്പ് ഭാവവും കൂടെ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇത് കണ്ട് 3 പേരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുകയാണ്. ഗംഗയുടെ ചോദിക്കാണ്, വൈജെ നീ എപ്പോഴാ വന്നേ എന്ന് ചോദിക്കുമ്പം കുറച്ചു നേരമായി എന്ന് പറയുന്നുണ്ട്. ഇവർ 3 പേരും വന്നിരുന്നിട്ട് കമലെ ചായ എടുക്ക് എന്ന് പറയാനുണ്ട് ശിവേട്ടൻ. കമലെ അങ്ങനെ ചായ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ എന്താ കാര്യം? നീ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. അല്ല വീണ്ടും അവനോട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി പോന്നതാണെന്ന് ശിവൻ ചോദിക്കുകയാണ്. അപ്പോൾ വൈജി പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെ അവിടെ വഴക്കുണ്ടാക്കിയിട്ടൊന്നും ഇല്ല, ഞാൻ ഇറങ്ങി വന്നതുമല്ല, എനിക്കൊരു കാര്യം അറിയണം, അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാ. നിനക്ക് എന്ത് കാര്യം അറിയണ്ടേ എന്ന് ശിവൻ ചോദിക്കുമ്പം അതൊക്കെയുണ്ട് എന്ന് പറയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോപ്പി പേപ്പർ എല്ലാം കൂടി വൈജി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെടുത്ത് അവർ ഗംഗേട്ടനെയും ശിവനെയൊക്കെ കാണിക്കുകയാണ്. ദേ നിങ്ങൾ 3 പേരും കൂടി 10 ലക്ഷം രൂപ വീതം ആ പിഴച്ചോളുണ്ടല്ലോ അലീന, അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ റെസിപ്റ്റാണിത്. അതുപോലെ തന്നെ ദേ എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ആ പെണ്ണുപിടിയൻ, അയാൾ അവൾക്ക് കൊടുത്ത 30 ലക്ഷം രൂപയുടെ റെസിപ്റ്റാണിത്. മൊത്തവും കൂടി 60 ലക്ഷം രൂപയാ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. അതും എങ്ങൂന്നോ അനാഥാലയത്തിൽ കിടന്ന ആരെ പിഴച്ചു പറ്റ ഒരു ജോലിക്കാരിക്ക്. അവൾക്ക് ഇത്രയൊക്കെ കൊടുക്കണ്ട എന്താവശ്യം നിങ്ങൾക്ക് 3 പേർക്കും ഉള്ളത്? സത്യം പറ, അയാളെപ്പോലെ നിങ്ങളും പെണ്ണുപിടിയന്മാരാണോ എന്ന് ചോദിക്കുമ്പം ചേ അങ്ങനെയൊന്നും പറയല്ലേ വൈജയ്, നിന്റെ നാക്ക് തന്നെ പുഴുത്തു പോകും എന്ന് രാജീവൻ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ പറയണ രാജീവേട്ടാ, ഇതൊക്കെ എന്താ കാണുന്നേ? എനിക്കിത് മനസ്സിലാവുന്നില്ല. വെറുതെ പോകുന്ന ഒരാൾക്ക് എന്താണെങ്കിലും നിങ്ങൾ ഇത്രയും കാശ് കൊടുക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊരു ലാഭവും ഇല്ലാതെ നിങ്ങളൊന്നും ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്, നിങ്ങളൊക്കെ ആ ബാലനെ പോലെ പെണ്ണുപിടിയനാണോ എന്ന്. ദേ വൈജയ്, മര്യാദയ്ക്ക് സംസാരിക്കേ. പറഞ്ഞ് നിന്റെ നാക്ക് കുറച്ച് ഓവറായി പോകുന്നുണ്ടെന്ന് ഗംഗേട്ടൻ പറയാൻ കേട്ടോ. അപ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് ചായ കൊണ്ട് വരുന്ന എല്ലാവർക്കും. കമല പറയാണ്, ശിവേട്ടാ അതിന് എനിക്കും ചോദിക്കാനുള്ളത്, ഒറ്റ പൈസയില്ല, ഒറ്റ കാശില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കായിരുന്നല്ലോ. അത് നമ്മുടെ മോനോട് ചിലവാക്കാൻ പറഞ്ഞപ്പോൾ പോലും നിങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടും ഇനിയൊന്നും മിച്ചമില്ലെന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞത് കേട്ടല്ലോ. എന്നിട്ടാണോ അവളുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തത്? ആ 10 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു പോലീസിനോ ഏതെങ്കിലും ഒരു വക്കീലിനോ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിലേ നമുക്ക് നമ്മുടെ മകൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശിവേട്ടൻ പറയാണ്, കമലെ നിനക്ക് എന്തിനു സോക്കടാ, നീ ഒന്ന് മിണ്ടാതിരിക്കോ. കാശ് കൊടുത്തെങ്കിൽ അതിന് പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുമ്പം കമല ചോദിക്കാണ്, അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം ഞാനായി കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായി നിങ്ങൾ ചോദ്യം ചെയ്യില്ലേ? അപ്പം ഞാൻ മറുപടി പറഞ്ഞില്ലേ പറ്റുള്ളൂ. ഈ സ്വത്തുക്കളിൽ പകുതിയും എൻ്റെയും കൂടെയാ. അതുകൊണ്ട് ആ 10 ലക്ഷം കൊടുക്കുമ്പം അത് എന്നോടുകൂടി ചോദിക്കണം. എനിക്കറിയണം അവൾ ആരാണെന്ന്, എന്തിനാ പൈസ കൊടുത്തതെന്ന്. ശിവേട്ടാ എന്തിനാ നിങ്ങൾ പൈസ കൊടുത്തത് എന്ന് ചോദിക്കാണ്. അപ്പോൾ ശിവേട്ടൻ പറയാണ്, ആ കുട്ടിക്ക് ഒരു അത്യാവശ്യം വന്ന് ചോദിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഒരു അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ആര് ചോദിച്ചാലും നിങ്ങൾ കാശെടുത്ത് കൊടുക്കുമോ? ഇതൊന്നുമല്ല വൈജയ്, എന്തോ ഉരുണ്ടുകളിയുണ്ട് 3 പേരും കൂടി. അല്ലെങ്കിൽ 3 പേരും കൃത്യം 10 ലക്ഷം രൂപ വെച്ച് അവർ കൊടുക്കേണ്ട എന്ത് കാര്യമുള്ളത്? അതുപോലെ ബാലനാണെങ്കിലോ 30 രൂപ കൊടുത്തേക്കുന്നത് 30 ലക്ഷം രൂപ. അതിലൊക്കെ എന്തോ കള്ളത്തിലുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പോകാനിറങ്ങിയപ്പം എത്ര പവൻ സ്വർണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്? 200 പവൻ. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, 200 പവൻ്റെ സ്വർണ്ണമാണ് പോകാൻ നേരം അയാൾ അവൾക്ക് കൊടുത്തു വിട്ടത്. എങ്ങനെ പോയാലും 2-2.5 കോടി രൂപ വരും. അത്രയും പൈസയൊക്കെ അവൾക്ക് കൊടുക്കേണ്ട എന്ത് കാര്യമാണ് അയാൾക്കുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ 10 ലക്ഷം രൂപ കൊടുത്ത സമയത്ത് അയാൾ കൊടുത്തത് 30 ലക്ഷമാണ്. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ അയാൾക്ക് മറ്റെന്തോ ഒരു ഇടപാടുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ സ്വന്തം മകളല്ലാഞ്ഞിട്ടും ഇത്രയും കാലം മകളാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ കൊണ്ടു നടന്നില്ലേ? എതിരെ പോയാലും അതിനൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ.
ഈ സമയത്ത് ഇതെല്ലാം കണ്ടിരുന്ന ഗംഗേട്ടൻ പറയുന്നുണ്ട്, മതി, നിർത്തിക്കോ, ഇതോടുകൂടി ഈ ചർച്ച അവസാനിപ്പിച്ചോ, അതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് കമലെ നീ അകത്തേക്ക് കയറിപ്പോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലെ അകത്തേക്ക് കയറിപ്പോകുമ്പോഴേക്കും വൈജയനെ പിടിച്ച് ഒരു മുറിക്കകത്തിട്ട് കഥ അടയ്ക്കാൻ കേട്ടോ ഗംഗേട്ടൻ. ശിവേട്ടനും രാജീവനും പുറത്ത് നിൽക്കാണ്. നിനക്ക് എന്താടി, നിനക്ക് സമാധാനമായില്ലേ ഇതുവരെ? ഇപ്പോ അലിനെ പറഞ്ഞു വിട്ടില്ലേ? ബാലിനിപ്പോ നിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്? ആ വീട്ടില് അയാള് നിന്നെ നോക്കി ജീവിക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യം നോക്ക്. എന്താ ഗംഗേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അയാളല്ലേ അവളെ വെച്ചോണ്ടിരുന്നത്? മിണ്ടിപ്പോകരുത്. നീ ആരെക്കുറിച്ച് പറഞ്ഞെന്ന് നിനക്കറിയോ? അലീന അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല, അവളൊരു പാവമാ. അവളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ ഞങ്ങൾ കേട്ടോണ്ടിരിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിപ്പോയെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അവൾ ആരാ? അവളെക്കുറിച്ച് പറയുമ്പം നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ രോഷാവലാവുന്നത്? അവൾക്ക് ഇത്രയും കാശെടുക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെറുതെ വായിൽ കോലിട്ടിളക്കി ഓർന്ന് വർദ്ധിപ്പിക്കരുത് വൈജയ്, അതായിരിക്കും നിനക്ക് നല്ലത്. ബാലൻ അയാളെ പാവമാ. അയാളെപ്പോലെ ഭർത്താവിനെ കിട്ടിയാ നീ പുണ്യം ചെയ്യണം. അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലുണ്ടല്ലോ അടിച്ചിന്റെ പല്ല് തെറിപ്പിച്ച് എപ്പോഴും നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയേനെ, നിന്നെ ഡിവോഴ്സും ചെയ്യിപ്പിച്ചേനെ. അതായിരുന്നു വേണ്ടത്. അയാള് ഒരു പഞ്ച് പാവമായതുകൊണ്ട് നിന്നെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. എന്താ ഗംഗേട്ടാ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? എങ്ങൊന്നോ വന്നു കയറിയ ഒരു പെണ്ണ് അവളെ അച്ഛനാന്ന് പറഞ്ഞ് ജീവന തുല്യം അയാളെ സ്നേഹിക്കുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് സ്വന്തം അച്ഛനല്ലാന്ന് പറയാം. അതും കഴിഞ്ഞിട്ടാണെങ്കിലോ അവളിപ്പോ അയാളെ വീഡിയോ കോൾ ചെയ്തും പരിപാടിയില്ല. അതിനുശേഷം എന്താ ഇപ്പൊ കാശ് കൊടുത്തെന്ന് അറിയുന്നു. അതും ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങള്. അതിനർത്ഥം ഇവർ തമ്മില് എന്തോ ബന്ധം ഉണ്ടെന്നല്ലേ? അപ്പോ നമ്മുടെ വൈജയോട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, മതി, നിർത്തിക്കോ നിന്റെ അധിക പ്രസംഗം. കുറെയായി ഞാൻ ക്ഷമിക്കുന്നു, ഇനി ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. എന്റെ ഈ കൈ നിന്റെ കവളത്ത് പതിയും എന്ന് പറയുമ്പം വൈജ പറയാണ്, അല്ല ഗംഗേട്ട എനിക്കറിയണം, രണ്ടുപേരും തമ്മില് എന്താ ബന്ധമെന്ന് എനിക്കറിയണം എന്ന് പറയുമ്പോ വേണ്ട, നീയൊന്നും അറിയണ്ട, അറിയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇപ്പോ അലീന പോയില്ലേ, അത് തന്നെ നല്ല കാര്യം നോർത്ത് നീ ഇരുന്നോ. അല്ലാതെ എങ്ങാണം അലീന ഇനിയും കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ അലീനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പോണത് ഞാനായിരിക്കും. അത് നീ ഓർമ്മ വെച്ചോ. നിന്റെ കണ്ണില് അവളെ നിനക്ക് കണ്ടുകൂടല്ലോ, അതല്ലേ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇനിയും കിടന്ന് ബഹളം ഉണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിലേ ഞാൻ തന്നെ പോയി അലീനയെ കൊണ്ടുവരും. ആ ഒരു ഓർമ്മ നിനക്ക് വേണം എന്ന് പറയാണ്. അല്ല ഗംഗേട്ടാ അത് പിന്നെ എന്ന് പറയുമ്പോ മിണ്ടണ്ട, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കൂടുതൽ ഒന്നും പറയാനും അറിയാനും ഒന്നുമില്ല. ഞങ്ങൾ കാശ് കൊടുത്തു, അത് ഞങ്ങളുടെ കാശാ, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ്. നിന്റെ കാശ് എന്ത് ചെയ്യണമെന്ന് നീയല്ലേ തീരുമാനിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ആ വീട്ടിലേക്കോ കുട്ടികൾക്കോ നിനക്ക് വേണ്ടിയെങ്കിലും നീ ആ കാശ് ചെലവഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു രൂപ പോലും നിന്റെ സാലറി തൊടാതെ നീ വെച്ചിരിക്കുകയല്ലേ. അത് ആർക്കൊണ്ടെന്ന് തീരുമാനിക്കുന്നത് നീയല്ലേ. ബാലൻ പറഞ്ഞാ നീ അനുസരിക്കോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ബാലൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് ആർക്കൊണ്ടെന്ന് തീരുമാനിക്കുന്നത് ബാലനാണ്. അതില് നീയും കയറി ഇടപെടണ്ട എന്ന് പറയുന്നിട്ട് ഗംഗേട്ടൻ ഇറങ്ങിപ്പോവാൻ കേട്ടോ. ഈ സമയത്ത് വൈജ ആ മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇല്ല, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളെ അങ്ങനെ പൈസ കൊടുത്ത് ഇതാക്കണമെന്നും ഞാൻ സമ്മതിക്കില്ല. എവിടുന്നോ വന്ന് കയറിയവള് ഒരു രൂപ എന്താണെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടാ അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെലവാക്കുന്നത്. ഇല്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും വൈജ ഗംഗേട്ടൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ഗംഗേട്ടനെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. ഗംഗേട്ടനപ്പോ ഒരു മുറിയിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പോകാതിരിക്കും. ഗംഗേട്ടാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സത്യം അറിയണം. എന്താണ് അവളും അയാളും തമ്മിൽ റിലേഷൻ? അവർ രണ്ടുപേരും അച്ഛനും മകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ആരാ അവളയാളുടെ എന്ന് ചോദിക്കുമ്പോൾ മതി, നിർത്തിക്കോ, ഇനി ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ എന്താ ഗംഗേട്ടാ ഇത്? എല്ലാവരും അവളെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന കാര്യം എന്താ? അവളെല്ലാവർക്കും പേടിയാണോ? അതോ വൈജയ് മിണ്ടിപ്പോകരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് വൈജയുടെ ചെവിട് തീർത്ത് ഒറ്റൊരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ. വൈജ പറഞ്ഞർത്ഥം ഇവരെല്ലാവരും അവളെ മോശമായ രീതിയിൽ കാണുകയാണെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ വൈജയുടെ കവള് തീർത്ത് ഗംഗേട്ടൻ നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അക്ഷരം മിണ്ടിയാ ഇതൊന്നും ആയിരിക്കില്ല, നിന്നെ ചവിട്ടിക്കൂട്ടും എന്ന് പറയാണ്. നീ ആരാടി? അത്രയ്ക്കല്ലേ പതിവ്രതയാണോ നീ ആരാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ വൈജൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ആഗ്രയില് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെ പേക്കൂത്ത കാണിച്ചതെന്ന് നിനക്കറിയോ? ഏതോ ഒരുത്തൻ്റെ കൂടെ അവിടെ അവള് ജീവിക്കാൻ തുടങ്ങി, കല്യാണം പോലും കഴിക്കാതെ അവൻ്റെ കൂടെ നടന്ന് നീ ഗർഭിണിയായില്ലേടി എന്ന് ചോദിക്കാണ്.
അതെങ്ങാണം നിന്റെ ഭർത്താവ് അറിഞ്ഞാൽ, നിന്റെ മക്കൾ അറിഞ്ഞാലേ നീ തീർന്നു. പിന്നെ നീ ജീവനോടിരിക്കുന്നതിൽ പോലും അർത്ഥമില്ല. എന്നിട്ടാ അവളുടെ അഹങ്കാരം എന്ന് പറയുമ്പോൾ വൈജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് നീ അവൻ്റെ കൂടെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. ഈ ശല്യവും ഈ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വൈജി ചോദിക്കുകയാണ്, അതിന് കാരണക്കാരൻ ഗംഗേട്ടനും കൂടിയല്ലേ? എല്ലാവരും കൂടി 8-ാം മാസം ഗർഭിണിയായിരുന്നു എന്നെ അവിടുന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നല്ലേ? അങ്ങനെ എന്നെ അയാളെ കാണാൻ പോലും സമ്മതിച്ചില്ല. സ്റ്റാൻലി ഒന്ന് കാണാനോ മിണ്ടാനോ പോലും നിങ്ങൾ സമ്മതിച്ചില്ല. സമ്മതിച്ചെങ്കിൽ എനിക്ക് ചോദിക്കായിരുന്നു, എന്നെ എന്താ കാണാൻ വരാഞ്ഞേ, എന്നെ ചതിക്കായിരുന്നു എന്ന്. നിങ്ങളെ എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾ സ്റ്റാൻലി എന്തെങ്കിലും ചെയ്തു കാണുക പോലും ഇപ്പോഴും എനിക്ക് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ, നിനക്കപ്പോൾ അതെല്ലാം ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. എനിക്കൊന്ന് ജനിക്കാതെ പോയ ആ കുഞ്ഞിൻ്റെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റിയില്ല. ജനിച്ചിട്ടും എൻ്റെ കയ്യിലേക്ക് പോലും ആ കുഞ്ഞ് എത്തിപ്പെട്ടില്ല. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. വൈജ പണ്ട് എങ്ങനെയായിരുന്നെന്നും ഇപ്പോഴത്തെ വൈജയിലേക്കുള്ള മാറ്റം എങ്ങനെയാണെന്നൊക്കെ ഗംഗേട്ടന് അറിയാലോ. അതിൻ്റെ കാരണം അറിയാലോ. എല്ലാവരും എന്നെ ചതിക്കാം. അന്ന് എന്നെ സ്റ്റാൻലി ചതിച്ചു. ഇപ്പോൾ ബാലേന്ദ്രൻ, ദൈപ്പ സഹോദരങ്ങൾ എല്ലാവരും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? അന്ന് സ്റ്റാൻലിനെ ഇട്ടിട്ട് പോകാതിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ കടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനും സ്റ്റാൻലിയും കൂടെ സന്തോഷമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് ജീവിച്ചേനെ. എല്ലാത്തിനും കാരണക്കാർ നിങ്ങളല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതും കേട്ടുകൊണ്ട് ഗംഗേട്ടനൊന്നും മിണ്ടാതെ നിൽക്കുകയാണേ. എന്താ ഗംഗേട്ടാ, ഒന്നും പറയാനില്ലേ? ഒന്നും മിണ്ടുന്നുമില്ലേ? എല്ലാവരും കൂടി എൻ്റെ ജീവിതം വെച്ചാൽ കളിച്ചത്. ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടി വിവാഹം കഴിച്ച് അയപ്പിച്ചില്ലേ? എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ആരും ഒന്നും പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് വൈദ്യ ദേഷ്യപ്പെടുമ്പം ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഒരു കാര്യം മാത്രം പറയാം. നീ അത്ര നല്ലവരൊന്നും അല്ല. നീയും പണ്ട് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുള്ളവളല്ലേ. പിന്നെ ബാലനെ പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. ബാലൻ അയാൾ ഡീസൻ്റാ. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്താൽ പോലും അയാൾ ചെയ്യില്ല. അത്രയ്ക്ക് നല്ലവനാ. നിന്നോടുള്ള സ്നേഹം ഇപ്പോഴും ഏതൊരു കോണിൽ അയാളുടെ മനസ്സിലുണ്ട്. അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ ശ്രമിക്ക് എന്ന് പറയാണ്. അതാ ഗംഗേട്ടൻ ഞാനും ചോദിച്ചത്. അയാൾ എന്നെ അങ്ങനെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? അയാൾക്ക് പണ്ടിനെ വലിയ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം പോകാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, നീ ഇപ്പോൾ ഇത്രയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ തകരാൻ പോണത് നീ ആയിരിക്കും. മറ്റൊന്നും നീ ഇപ്പോൾ അന്വേഷിക്കാൻ നിൽക്കേണ്ട. അലീനെക്കുറിച്ച് നീ മറന്നുകളാ. അവൾ പോയില്ലേ, ആ ചാപ്റ്റർ ക്ലോസ് ആയി. ഇനി ഒരിക്കലും അവൾ മടങ്ങി വരില്ല. നീ നിന്റെ ഭർത്താവിനെയും കുട്ടികളുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ അവളുടെ പുറകെ തന്നെ ചിക്കിച്ചിരി നടക്കാനാണെങ്കിലേ നീ നഷ്ടപ്പെടാൻ പോണത് നിനക്കായിരിക്കും. മറ്റാർക്കും തന്നെ ഒന്നും നഷ്ടപ്പെടില്ല എന്ന് ഗംഗേട്ടൻ പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. ഗംഗേട്ടൻ പറഞ്ഞതിൻ്റെ പൊരുളെന്താണെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾ തലകുത്തി നിന്നിട്ടും ഇവരെന്തുകൊണ്ടാണ് ഈ ക്യാഷ് കൊടുത്തതെന്നുള്ള കാര്യവും അവൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ വൈജ നമ്മുടെ ആലിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആലിന ആരാണ്, എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിനിടയിൽ ഗംഗേട്ടൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്, നീ പ്രസവിച്ച കുഞ്ഞാണ് അലീന എന്നും നിന്റെ അതുപോലെ തന്നെ ബാലേന്ദ്രന് എല്ലാം അറിയാമെന്നും അങ്ങോട്ട് പോയി പറഞ്ഞാലോ എന്നൊക്കെ ഓർക്കാണ്. എന്നിട്ട് അത് വേണ്ട, അതെങ്ങാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലൻ വലിയ വിഷയമാകും. പിന്നീട് ഇവളെ ഡിവോഴ്സ് ചെയ്യും. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ കട്ടിപ്പെടുത്തിക്കൊണ്ട് അയാളും പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജയോട് സത്യങ്ങളെല്ലാം പറഞ്ഞോന്ന് നമ്മുടെ അങ്കിളിനോട് കേട്ടോ. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും പ്രശ്നം ഗുരുതരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസിനൊക്കെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.